മാമാനത്തമ്മേ ശരണം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സങ്കീർണങ്ങളായ സന്നിഗ്ധ ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ജീവിതം ഇനി മുമ്പോട്ടില്ല എന്ന് തോന്നുന്ന കുറേ അത് ഇടപെട്ട് എൻ്റെ കരിയറിലുണ്ടായിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഓരോ അനിശ്ചിതത്വങ്ങൾ വരുമ്പോഴല്ല, ആ സമയത്ത് കഴിവതും ദൈവനോടൊന്നും ആവശ്യപ്പെടാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ദൈവങ്ങളോടൊന്നും ആവശ്യപ്പെടുന്ന പ്രാർത്ഥനയല്ല. എല്ലാവരെയും സൗഖ്യമായി വയ്ക്കണേ, വാഴിക്കണേ എന്ന് മാത്രമാണ്. എല്ലാവരെയും, നല്ല ആൾക്കാരെ എല്ലാം വാഴിക്കണേ എന്ന പ്രാർത്ഥനയാണ് എപ്പോഴും ക്ഷേത്ര സംബന്ധിയായിട്ടുള്ളത്. പക്ഷേ ഈ വളരെ നിർണായകമായി പോകുന്ന ചില തീരുമാനങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് അച്ഛൻ, അമ്മ ഇങ്ങനെയുള്ള മൂല്യങ്ങളാണ് നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പൊയ്ക്കോ എന്ന് പറയുന്ന ഘടകം. ഞാൻ മാമാനിക്കുന്നിൽ വരുന്ന സമയത്ത് എനിക്ക് അച്ഛനല്ല, അച്ഛനാണ് എൻ്റെ പ്രധാന കവചം. അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പൊയ്ക്കോളൂ എന്ന് പറയാൻ ഉള്ള ത്രാണി എൻ്റെ അമ്മയ്ക്കില്ല. അമ്മ എപ്പോഴും എന്ത് ചെയ്താലും നന്നാവും എന്ന് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ ആ സമയത്ത് കുറേ ദൈവങ്ങൾ, കുറേ മൂർത്തികൾ ഉണ്ടായിട്ടുണ്ട്, പിന്തുണയേകി ധൈര്യമായിട്ട് മുന്നോട്ട് എന്ന് നയിച്ച്. അങ്ങനെ ഒരു വളരെ നിർണായക ഘട്ടത്തിലാണ് ഞാൻ മാമാനിക്കുന്നിൽ വരുന്നതും മാമാനത്തമ്മയെ കാണുന്നതും. അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെങ്കിലും അതെല്ലാം അമ്മയുടെ ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴുള്ള നമ്മുടെ ഒരു അധികമായിട്ടുള്ള ഒരു കോൺഫിഡൻസ്, ഒരു ആത്മസമർപ്പണത്തിനുള്ള ആത്മബലം ഏകുന്ന പശ്ചാത്തലം എനിക്ക് അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ചന്ദനം, അവിടുത്തെ എല്ലാ തരത്തിലുള്ള പ്രസാദം, അവിടുത്തെ നേർച്ച വിധികൾ ഒക്കെ. മുട്ടറക്കലിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു തിരി തന്നെ കത്തിച്ച് അതിൻ്റെ രണ്ടറ്റവും കൊളുത്തിയിട്ട് മുട്ടറക്കുന്ന ചടങ്ങ്. എൻ്റെ ജീവിതത്തിൽ മാമാനത്തമ്മ സംഭവിച്ചു തുടങ്ങിയത് 2011 ഇപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഐശ്വര്യപൂർണമായ ജീവിതം